Good morning. Question number 6. What does this extract from a handbook tell us about analeptic drugs? അതായത് ഒരു ഹാൻഡ്ബുക്കിനകത്തുള്ള എക്സ്ട്രാക്റ്റാണ് നമ്മൾ ഇമെയിൽ കാണുന്നത്. ആ എക്സ്ട്രാക്റ്റ് അനലപ്റ്റിക് ഡ്രഗ്സിനെ പറ്റി നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? പാരഗ്രാഫ് ഒന്ന് വായിക്കാം. Respiratory stimulants, analeptic drugs, have a limited place in the treatment of ventilatory failure in patients with chronic obstructive pulmonary disease. അതായത് ഈ COPD പേഷ്യൻസിന് വെന്റിലേറ്റർ ഫെയിലിയർ ആകുമ്പോഴത്തേക്കും അവർക്ക് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ അതിൽ ഹാസ് എ ലിമിറ്റഡ് പ്ലേസ്, അധികം ഒന്നും യൂസേഴ്സ് ഇല്ല, ഒരു ലിമിറ്റഡ് പ്ലേസ് ആണ് ഈ റെസ്പിറേറ്ററി സ്റ്റിമുലൻസിന് അല്ലെങ്കിൽ അനലപ്റ്റിക് ഡ്രഗ്സിന് ഉള്ളത്. They are effective only when given by intravenous injection or infusion and have a short duration of action. അപ്പം ഈ മരുന്ന് എപ്പോഴാണ് എഫക്റ്റീവ് ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഇൻട്രാവേനസ് ഇൻജെക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ ആയിരിക്കണം. തന്നെയല്ല അതിന് ഹാവ് എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, അതിന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു കുറച്ച് സമയം കൂടി വേണം. അതായത് സഡൻ ആക്ഷൻ ഉള്ള ഒരു മെഡിക്കേഷൻ അല്ല ഈ അനലപ്റ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. Their use has largely been replaced by ventilatory support. അതായത് ഇതിന്റെ ഉപയോഗം നമ്മൾ വെന്റിലേറ്ററി സപ്പോർട്ടോടും ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. However, occasionally, എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ when ventilatory support is contraindicated and the patients in hypercapnic respiratory failure who are becoming drowsy or comatose, respiratory stimulants in short term may be arouse patients significantly to operate and clear their secretions. അതായത് ഈ പറയുന്ന അനലപ്റ്റിക് ഡ്രഗ്സിനെ നമ്മുടെ വെന്റിലേറ്ററി സപ്പോർട്ട് റീപ്ലേസ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ചില സമയങ്ങളിൽ ഈ വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പേഷ്യൻസ് അവരുടെ കണ്ടീഷൻസ് ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയറോ അല്ലെങ്കിൽ ഡ്രോസി ആവുമോ കെമാറ്റോസ് ആവുമോ റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ കുറച്ച് നേരത്തേക്കെങ്കിലും പേഷ്യൻസ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് അവർ സെക്രേഷൻസ് ക്ലിയർ ചെയ്യിക്കാൻ വേണ്ടി പ്രാപ്തരാക്കാറുണ്ട്. Respiratory stimulants can also be harmful in respiratory failure since they stimulate non-respiratory as well as respiratory muscles. ഈ റെസ്പിറേറ്ററി സ്റ്റിമുലൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ can also be harmful in respiratory failure. ഈ റെസ്പിറേറ്ററി ഫെയിലിയർ നടക്കുന്ന സമയത്ത് ഇത് അപകടകരമായ സാഹചര്യം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they stimulate non-respiratory as well as respiratory muscles. അത് നോൺ റെസ്പിറേറ്ററി മസിൽസിനെ റെസ്പിറേറ്ററി മസിൽസ് രണ്ടിനെയും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഇത് ഹാംഫുൾ ആവാറുമുണ്ട്. They should only be given under expert supervision in hospital and must be combined with active physiotherapy. അപ്പം അതുകൊണ്ട് ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും എക്സ്പേർട്ടിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ മരുന്ന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് മസ്റ്റ് ബി കമ്പൈൻഡ് വിത്ത് ആക്റ്റീവ് ഫിസിയോതെറാപ്പി, അതിൻ്റെ കൂടെ എന്തുണ്ടാവണം, ഫിസിയോതെറാപ്പിയും ഉണ്ടാവണം. അറ്റ് പ്രസന്റ് ഇപ്പോൾ there is no oral respiratory stimulant available for a long-term use in chronic respiratory failure. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഓറൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി സ്റ്റിമുലൻസ്, ഓറൽ എന്ന് മാത്രമല്ല ലോങ് ടേം യൂസിലുള്ള റെസ്പിറേറ്ററി സ്റ്റിമുലൻസ് ഇന്നും അവൈലബിൾ അല്ല. ക്ലിയർ? നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. What does this extract from a handbook tell us about analeptic drug? ഈ ഒരു എക്സ്ട്രാക്ട്, ഈ ഒരു ഭാഗം നമുക്ക് അനലപ്റ്റിക് ഡ്രഗിനെ പറ്റി എന്താണ് പറഞ്ഞു തരുന്നത്? ഓപ്ഷൻ എ, they may be useful for patients who are not fully responsive. അതായത് ഈ പറയുന്ന അനലപ്റ്റിക് ഡ്രഗ്സ് മേ ബി യൂസ്ഫുൾ, ഒരു പക്ഷെ ഉപകാരപ്പെടും. ആർക്ക്? ഫോർ പേഷ്യൻസ് ഹു ആർ നോട്ട് ഫുള്ളി റെസ്പോൺസീവ്. ഫുള്ളി റെസ്പോൺസീവ് അല്ലാത്ത പേഷ്യൻസിന് ഇത് ഉപകാരപ്പെടും. നമ്മൾ ഈ പാരഗ്രാഫിലെ മൂന്നാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ their use has largely replaced by ventilatory support. അതായത് ഈ റെസ്പിറേറ്ററി മെഡിക്കേഷൻസിന്റെ ഉപയോഗം വെന്റിലേറ്ററി സപ്പോർട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. However, എന്നിരുന്നാലും occasionally when ventilatory support is contraindicated and the patient is hypercapnic respiratory failure who are becoming drowsy or comatose, respiratory stimulants in the short term may arouse patients significantly to cooperate and clear their secretions. അതായത് തീരെ റെസ്പോൺസീവ് അല്ലാത്ത പേഷ്യൻസിന് ഇത് വർക്ക് ചെയ്യാറുണ്ട് എന്ന പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു ക്വയറി ആയിട്ട് അവിടെ നിർത്തിയിട്ട് ഓപ്ഷൻ ബിയിലേക്ക് പോവുക. ഓപ്ഷൻ ബി പറയുന്നത് ഇഞ്ചെക്ഷൻസ് ഓഫ് ദീസ് ഡ്രഗ്സ് വിൽ ലിമിറ്റ് ദ നീഡ് ഫോർ ഫിസിയോതെറാപ്പി. അതായത് ഈ മരുന്നുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഫിസിയോതെറാപ്പിയുടെ ആവശ്യകത കുറയ്ക്കുന്നു. നമ്മളത്
ലാസ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ഓൺലി ബി ഗിവൺ അണ്ടർ എക്സ്പേർട്ട് സൂപ്പർവിഷൻ ഇൻ ഹോസ്പിറ്റൽ ആൻഡ് മസ്റ്റ് ബി കമ്പൈൻഡ് വിത്ത് ആക്റ്റീവ് ഫിസിയോതെറാപ്പി. അതിൻ്റെ കൂടെ ആക്റ്റീവ് ഫിസിയോതെറാപ്പി വേണമെന്നാണ് പാരഗ്രാഫിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് ഫിസിയോതെറാപ്പിയുടെ ആവശ്യത്തെ കുറയ്ക്കുന്നു എന്നുള്ളത്. അപ്പം നേരെ ഓപ്പോസിറ്റ് കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ഓപ്ഷന് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് സി നോക്കാം. നമ്മൾ എ അവിടെ നിർത്തിയിട്ടുണ്ട്, ബി എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, സി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കെയർ ഷുഡ് ബി ടേക്കൺ ഇഫ് ദേ ആർ യൂസ്ഡ് ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരിയഡ്. അതായത് ഈ പറയുന്ന മെഡിക്കേഷൻ ഒരു നീണ്ട കാലത്തിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, കെയർ ഷുഡ് ബി ടേക്കൺ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ആ പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് പ്രസന്റ് ഇപ്പോൾ there is no oral respiratory stimulant available for a long term use. അതായത് ലോങ് ടേം യൂസിൽ മെഡിക്കേഷനേ ഇല്ല, പിന്നെ നമ്മൾ എന്തിനാണ് കെയർ ചെയ്യുന്നത്, ഇല്ല. അപ്പം അതും നേരെ ഓപ്പോസിറ്റ് കാര്യമാണ്, ഇല്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്ഷൻ എ ദേ മേ ബി യൂസ്ഫുൾ ഫോർ പേഷ്യൻസ് ഹു ആർ നോട്ട് ഫുള്ളി റെസ്പോൺസീവ്. അപ്പം നമ്മുടെ ഈ 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. Thank you.